വന്ദനം, നമസ്കാരം, ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 5-ാം തീയതി ഡിസംബർ മാസം 2025 വെള്ളിയാഴ്ച രാവിലെ 8:17 ആയിട്ടുണ്ട്. ഈ റിവേഴ്സൽ ട്രേഡിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഗ്രനാണ്. അത് ഈ മാർക്കറ്റ് പ്രൊഫൈൽ പഠിച്ചിട്ട് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ന്യൂവാൻസസ് എന്ന് പറയും, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൊഫൈലിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് അത് വെച്ച് റിവേഴ്സൽ കയറുന്ന ആൾക്കാർ കൂടുതലാണ്. ജയ് എന്ന് പറയുന്ന പോണ്ടിച്ചേരിയിലുള്ള ഒരു ചേട്ടനുണ്ട്. അദ്ദേഹം ഇതിൻ്റെ എക്സ്പേർട്ടാണ്. ഈ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഭയങ്കര എക്സ്പേർട്ടാണ് പുള്ളി. പിന്നെ രാജേന്ദ്രൻ സാറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഓപ്ഷൻ ബയറാണ്. എസ്പെഷ്യലി ഈ ജയ് എന്ന് പറയുന്ന ആ ചേട്ടൻ പോണ്ടിച്ചേരിയിൽ വലിയ ലോട്ടിലും സ്റ്റോക്ക് ഓപ്ഷനിലും ട്രേഡ് ചെയ്യുന്ന, മാർക്കറ്റ് പ്രൊഫൈൽ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇതൊക്കെ പറയാൻ കാരണം ഇന്നലത്തെ റിവേഴ്സൽ നമ്മൾ എക്സാക്റ്റായിട്ട് ആ ടൈമിന് പറഞ്ഞിരുന്നു, സ്ട്രൈക്ക് പറഞ്ഞിരുന്നു. ടെലഗ്രാം ചാനലിൽ പറ്റുന്ന ദിവസങ്ങളിൽ ലൈവ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്, പറ്റുന്ന ദിവസങ്ങളിൽ കൊടുക്കാറുണ്ട്. അതിനകത്ത് 80% അക്യുറസിയും നമ്മൾ പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിലും നിഫ്റ്റിയിലും നിഫ്റ്റി ഫ്യൂച്ചറും ഒക്കെ ആയിട്ട്, ഓപ്ഷൻ പ്രീമിയത്തിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. കാര്യത്തിൽ നമ്മൾ ഇന്നലെ സ്ട്രൈക്ക് പറഞ്ഞിരുന്നു, ഏത് സ്ട്രൈക്കിൽ കയറണം, ആ സ്ട്രൈക്കിൻ്റെ പ്രീമിയം ഇതിന് മുകളിൽ നിന്നാൽ നന്നായിരിക്കും എന്നും പറഞ്ഞിരുന്നു. അത് പറയുക മാത്രമല്ല, നോർമലായിട്ട് ഞാൻ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ സ്വയമായിട്ട് എൻട്രി ചെയ്യുന്ന ആളാണ്. എൻട്രി ചെയ്തിരുന്നു. ആ റിവേഴ്സലിൽ നല്ല പ്രോഫിറ്റ് ഇന്നലെ കിട്ടി. അതിലും നമ്മുടെ സുരാജ്, അദ്ദേഹം ഡെയിലി പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇന്നലെ പുള്ളി സിയിലും പ്രോഫിറ്റ് ഉണ്ടാക്കി, പിയിലും പ്രോഫിറ്റ് ഉണ്ടാക്കി. ഇതിൻ്റെ സ്ട്രാഡിലിൻ്റെ എഫക്റ്റ് അങ്ങനെയാണ്. ഈ തിരിച്ചു വരാൻ കാരണം ബ്രേക്ക് ഔട്ട് ഫെയിലിയർ എന്ന് പറയും. അതായത് അൺഫിനിഷ്ഡ് ബിസിനസ് എന്നോ, അല്ലെങ്കിൽ ആ സ്ഥലത്ത് അവിടെ ഒന്നുമില്ല, അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സൽ ആകുന്ന ഒരു സംഭവമാണ്. അത് മാർക്കറ്റ് പ്രൊഫൈലിൽ നല്ല രീതിയിൽ നമുക്കത് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും റിവേഴ്സൽ ആവുമോ ആകില്ലെന്ന്. അതിൽ ട്രെൻഡ് ട്രേഡിങ്ങിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ലൈവായിട്ട് ഇട്ടിരുന്നു, ലൈവ് ഓപ്ഷൻ ബൈയിങ്ങിൽ ഇട്ടിരുന്നു. ഇന്നലെ റിവേഴ്സൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, വർക്കിൻ്റെ കൂടെയൊക്കെ നമ്മൾ എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ കാര്യങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിനകത്തൊരു സുഹൃത്ത് ടെലഗ്രാം ചാനലിൽ SL എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു. സുഹൃത്തെ, എൻ്റെ താഴ്മയായ അപേക്ഷ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആരെങ്കിലും ഫോർ എക്സാമ്പിൾ ഈ പ്രൈസിൽ കയറൂ, ഇതാണ് ടാർഗറ്റ്, ഇതാണ് SL എന്ന് പറയുന്ന ആൾക്കാർ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ സുഹൃത്തെ, ലൈഫ് ടൈം മാർക്കറ്റിൽ നിൽക്കാൻ പറ്റില്ല. കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ സത്യം. രണ്ടാമത്തത്, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളിലും നിങ്ങൾ ലേൺ ചെയ്ത കാര്യത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, നിങ്ങൾ ലേൺ ചെയ്യാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ എൻട്രിയും എക്സിറ്റും ചെയ്താൽ ഞാൻ പറയുന്നതിനെ വിശ്വസിക്കേണ്ട, ഞാൻ ആ ഗ്രൂപ്പിലിടുന്നതിനെ വിശ്വസിക്കേണ്ട. അത് നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാം. അത് സ്റ്റഡി ചെയ്ത് നിങ്ങളുടെ ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതും അതിനെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ സുഹൃത്തെ, അങ്ങനെ SL കാര്യങ്ങളോ ഒന്നും നമ്മൾ ടെലഗ്രാമിൽ പറയാറില്ല. നമ്മുടെ വ്യൂ എന്താണ്, നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ വ്യൂ അല്ലെങ്കിൽ നിഫ്റ്റി സ്പോട്ടിൻ്റെ വ്യൂ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആ ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ടെലഗ്രാം ചാനലിൽ. ഇന്ന് നമുക്ക് പെട്ടെന്ന് കാര്യത്തിലോട്ട് പോകാം. നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ ഇങ്ങനെയാണ് കാണുന്നത്. നമുക്ക് ഫ്ലാറ്റ് ഓപ്പൺ ആണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിരിക്കും. ഒരു ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗണോ ഓപ്പൺ ആയാൽ നമുക്ക് വർക്ക് എങ്ങനെ ചെയ്യുന്നുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ ഒരു സെക്കൻഡ്, ഞാൻ മറന്നുപോയി. ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 115 ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ. നോക്കിക്കോളൂ, നല്ല പ്രോഫിറ്റുകൾ നേരിട്ട്. വെള്ളിയാഴ്ച ലോസ് ഉണ്ടാക്കരുത്. കാര്യത്തിൽ അതൊരു മെൻ്റൽ ബ്ലോക്കായിട്ട് മാറും. ശനിയാഴ്ചയും ഞായറാഴ്ചയും നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. നിങ്ങൾ വീണ്ടും ഇമോഷനിലോട്ട് പോയി വീഴും. വെള്ളിയാഴ്ച ലോസ് ഉണ്ടാക്കാതെ
നല്ല നല്ല എൻട്രി കിട്ടിയാൽ കയറുക, അല്ലെങ്കിൽ ഇന്ന് ട്രേഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.